ഉത്തരേന്ത്യയിലും കാലവർഷം അതിശക്തമായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ജമ്മു കശ്മീരും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രളയ സമാനമായ അവസ്ഥയാണ്. ഹിമാചൽ പ്രദേശിൽ ഇന്നലെ മാത്രം 4ഓളം മേഘവിസ്ഫോടനങ്ങളാണ് ഉണ്ടായത്. ഇതിൽ 6 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദിയിലേക്ക് യാത്രക്കാരുമായി ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. 10 പേരെ കാണാനില്ല. കഴിഞ്ഞ 36 മണിക്കൂറിൽ ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയാണുണ്ടായത്. ഇന്നലെ ഹിമാചൽ പ്രദേശിൽ വ്യത്യസ്ത ജില്ലകളിലായി 4ഓളം മേഘവിസ്ഫോടനങ്ങളാണുണ്ടായത്. വൻ നാശനഷ്ടമാണ് പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ റിപ്പോർട്ട് ചെയ്തത്. കുള്ളു, ബഞ്ചാർ, ഗഡ്സ, മണികരൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണുണ്ടായത്. ബിയാസ് നദിയിലൂടെ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളം പല തീരങ്ങളും കവർന്നു. നിരവധി വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. മലവെള്ളപ്പാച്ചിലിൽ കാണാതായ 20ഓളം പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഇതിനു പിന്നാലെയാണ് ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നത്. ബാഗേശ്വർ, രുദ്രപ്രയാഗ്, കേദാർനാഥ്, ബദ്രിനാഥ് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴ ശക്തമാണ്. ഒപ്പം മണ്ണിടിച്ചിലും. ദേശീയപാതയിലേക്കടക്കം മണ്ണും പാറകളും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രുദ്രപ്രയാഗിലെ ഗോൽധിറിൽ ആളുകളുമായി പോയ ബസ് അളകനന്ദ നദിയിൽ വീണു. 19 യാത്രികരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. രാജസ്ഥാനിൽ നിന്ന് കേദാർനാഥിലേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് അതിശക്തമായ ഒഴുക്കാണ് അളകനന്ദയിലുള്ളത്. കനത്ത മഴയിൽ കേദാർനാഥിലേക്കുള്ള പാതയിൽ മലയിടിഞ്ഞ് റോഡിലേക്ക് വീണും വലിയ അപകടം. തീർത്ഥാടകരായ 833 പുരുഷന്മാരെയും 436 സ്ത്രീകളെയും രക്ഷപ്പെടുത്തിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ നദികൾ പലതും കരകവിഞ്ഞൊഴുകുകയാണ്. ജൂലൈ 1 വരെ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.